നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ഗോവ സർക്കാർ ഡീസൽ ബസ്സുകളെ CNGയിലേക്ക് മാറ്റാൻ നിർദ്ദേശിക്കുന്നു. ഗോവ സർക്കാർ 7 വർഷത്തിൽ താഴെ പഴക്കമുള്ള ഡീസൽ ബസ്സുകളെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലേക്ക് മാറ്റാൻ പദ്ധതിയിടുന്നു. ഗോവ എനർജി ഡെവലപ്മെന്റ് ഏജൻസി തയ്യാറാക്കിയ ഗോവ ബയോ എനർജി പോളിസിയുടെ ഭാഗമായ ഈ നിർദ്ദേശം സ്വകാര്യ ബസ്സുകൾക്കും വാണിജ്യ വാഹനങ്ങൾക്കും CNGയിലേക്ക് മാറാൻ സബ്സിഡി വാഗ്ദാനം ചെയ്യുന്നു. 2 വർഷത്തിനുള്ളിൽ കൽക്കരി ഉപയോഗിക്കുന്ന ബോയിലറുകൾ, ബ്രിക്കറ്റുകളും പെല്ലറ്റുകളും ഉപയോഗിക്കണമെന്ന് പോളിസി നിർദ്ദേശിക്കുന്നു. ബയോമാസ് പെല്ലറ്റുകൾ, കംപ്രസ്ഡ് ബയോഗ്യാസ്, എത്തനോൾ, ബയോഡീസൽ തുടങ്ങിയ ബയോ എനർജി സാങ്കേതിക വിദ്യകൾ എമിഷൻസ് കുറയ്ക്കാനും ഗ്രാമീണ ഉപജീവനത്തെ പിന്തുണയ്ക്കാനും ദേശീയ കാലാവസ്ഥാ ലക്ഷ്യങ്ങളുമായി യോജിപ്പിക്കാനും ലക്ഷ്യമിടുന്നു. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ കലേം യാർഡിൽ നിന്ന് ഇരുമ്പയിര് പ്രവർത്തനങ്ങൾ മാറ്റാൻ വിസമ്മതിക്കുന്നു. ഭഗവാൻ മഹാവീർ വന്യജീവി സങ്കേതത്തിന് സമീപമുള്ള കലേം റെയിൽവേ യാർഡിൽ നിന്ന് ഇരുമ്പയിര് പ്രവർത്തനങ്ങൾ മാറ്റാൻ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ വിസമ്മതിച്ചു. ഡിവിഷണൽ കൊമേഴ്ഷ്യൽ മാനേജർ സന്തോഷ് ഹെഗ്ഡെ സങ്കേതത്തിന്റെ അതിർത്തിയിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറ്റാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. ഗോവ സ്റ്റേറ്റ് ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ് അനുമതി നീട്ടിവെച്ച് മാറ്റാൻ പരിശോധിക്കുന്ന SWRനോട് ആവശ്യപ്പെട്ടിരുന്നു. വനത്തിനുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ശുപാർശ ഉണ്ടായിരുന്നിട്ടും ആക്ടിവിസ്റ്റുകളും നാട്ടുകാരും പദ്ധതിയെ എതിർക്കുകയാണ്. ഗോവ ഫൗണ്ടേഷന്റെ ക്ലോഡ് അൽവാരസ് ഇതിനെ സങ്കേതത്തിനെതിരായ ആക്രമണമെന്ന് വിശേഷിപ്പിച്ച് മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിനോട് അനുമതി നിഷേധിക്കാൻ ആവശ്യപ്പെട്ടു. ഗോവ സർക്കാർ അനധികൃത നിർമ്മാണങ്ങൾ നിയമവിധേയമാക്കാൻ ബിൽ അവതരിപ്പിക്കും. ഗോവ സർക്കാർ കമ്മ്യൂണിദാദ് ഭൂമിയിലെ അനധികൃത വീടുകളും നിർമ്മാണങ്ങളും നിയമവിധേയമാക്കാൻ വരുന്ന അസംബ്ലി സെഷനിൽ ബിൽ അവതരിപ്പിക്കും. പഞ്ചായത്ത് മന്ത്രി മൗയിൻ ഗോഡിനോ മാനുഷിക പരിഗണനകളും ജുഡീഷ്യൽ മുൻവിധികളും ചൂണ്ടിക്കാട്ടി ഇത് സ്ഥിരീകരിച്ചു. ഹൈക്കോടതി നിർദ്ദേശങ്ങളെ പരാമർശിച്ച് തലമുറകളായി താമസിക്കുന്ന കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്നതിന്റെ നീതി അദ്ദേഹം ചോദ്യം ചെയ്തു. ഒന്നുകിൽ പൊളിക്കൽ തുടരുക, അല്ലെങ്കിൽ നിയമപ്രക്രിയയിലൂടെ ഈ വീടുകൾ നിയമവിധേയമാക്കുക എന്ന് ഗോഡിനോ പറഞ്ഞു. മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ബിൽ അവതരിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇത് ആയിരക്കണക്കിന് അനധികൃത നിർമ്മാണങ്ങളെ നിയമപരവും മാനുഷികവുമായ അടിസ്ഥാനത്തിൽ പരിഹരിക്കാൻ ലക്ഷ്യമിടുന്നു. ഗോവ പഞ്ചായത്ത് ഭരണം ആധുനികവൽക്കരിക്കാൻ മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യ. ഗോവ സർക്കാർ ഓഗസ്റ്റിനുള്ളിൽ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും AI പവേർഡ് മുഖം തിരിച്ചറിയൽ അറ്റൻഡൻസ് സിസ്റ്റം നടപ്പാക്കാൻ ഒരുങ്ങുന്നു. ഇത് ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് സിസ്റ്റത്തെ മാറ്റിസ്ഥാപിക്കും. ഗോവ ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ച ഈ സിസ്റ്റം ഏകദേശം 700 ജീവനക്കാരെ ഉൾക്കൊള്ളും. മന്ത്രി മൗയിൻ ഗോഡിനോ പിന്തുണയ്ക്കുന്ന ഈ സംരംഭം നിരീക്ഷണം ആധുനികവൽക്കരിക്കാനും സേവന വിതരണം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിടുന്നു. ചില പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ എതിർപ്പിനിടയിലും പരിമിതമായ ഇന്റർനെറ്റുള്ള പ്രദേശങ്ങളിൽ പോലും തത്സമയ ട്രാക്കിംഗ് സാധ്യമാക്കും. തത്സമയ അറ്റൻഡൻസ് ഡേറ്റ കേന്ദ്രീകൃത ഡാഷ്ബോർഡിലേക്ക് അയക്കും. ഇത് മറ്റു വകുപ്പുകൾക്ക് മാതൃകയാകാം. ഗോവയുടെ പുതിയ ഗവർണർ പുസപതി അശോക് ഗജപതി രാജു. രാഷ്ട്രപതി ഗോവയുടെ പുതിയ ഗവർണറായി മുതിർന്ന രാഷ്ട്രീയ നേതാവ് പുസപതി അശോക് ഗജപതി രാജുവിനെ നിയമിച്ചു. 2021 ജൂലൈ മുതൽ ഗവർണറായിരുന്ന PS ശ്രീധരൻ പിള്ളയെ മാറ്റിയാണ് ഈ നിയമനം. തെലുഗുദേശം പാർട്ടിയിലെ പ്രമുഖനും 2014 മുതൽ 2018 വരെയുള്ള കാലഘട്ടത്തിൽ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ സിവിൽ ഏവിയേഷൻ മന്ത്രിയുമായിരുന്നു രാജു. മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പുതിയ ഗവർണറെ ട്വിറ്ററിൽ സ്വാഗതം ചെയ്തു. ഗോവയിലെ ജനങ്ങൾക്കു വേണ്ടി അശോക് ഗജപതി രാജുവിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നതായി സാവന്ത് ട്വിറ്ററിൽ കുറിച്ചു. ചൊരാവോ റിബന്ദർ റോറോ ഫെറി സർവീസ് ആരംഭിച്ചു. ഗോവയിൽ ചൊരാവോ റിബന്ദർ റൂട്ടിൽ റോറോ ഫെറി സർവീസ് തിങ്കളാഴ്ച ആരംഭിച്ചു. മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഗംഗോത്രി, ദ്വാർക്ക എന്നീ 2 ആധുനിക ഫെറികൾ ഉദ്ഘാടനം ചെയ്തു. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ ഗോവയിൽ നിർമ്മിച്ച ഈ ഫെറികൾ 15 മുതൽ 16 വാഹനങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളവയാണ്. യാത്രാ സമയം 5 മുതൽ 7 മിനിറ്റായി കുറഞ്ഞു. എല്ലാ ഫെറി റൂട്ടുകളും റോറോ സംവിധാനത്തിലേക്ക് മാറ്റാനാണ് സർക്കാർ പദ്ധതി. ഇത് ദേശീയ മാതൃകയാണെന്നും ടൂറിസത്തിന് ഇത് പ്രയോജനം ചെയ്യുമെന്നും സാവന്ത് പറഞ്ഞു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.